റിബ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തയുടെ ബോധതലത്തിന്റെ വളർച്ചയെ തടഞ്ഞു നിർത്തുക എന്നാണ് അതിന്റെ. അതന്നെയാണ് ഈ റിബ എന്നുള്ളതിന്റെ അവസാനത്തിൽ ഒരു അലിഫ് ഇട്ടിരിക്കുന്നത്. അതവിടെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അലിഫ് മാനിയും യാവ് ഇസ്തിമ്രാറിയത്തും വാവ് ലുഹൂറിനുമാണ് എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ. റൈബ് എന്ന് പറയുമ്പോൾ അതിന്റെ ഇസ്തിമ്രാറിയത്താണ്, കണ്ടിന്യൂസ് വളർച്ചയുടെ. അതുപോലെ തന്നെ റബുവ എന്ന് പറയുന്നത് വളർച്ചയുടെ പൂർണ്ണതയാണ്. ആ റബുവയിലേക്കാണ് ആർക്ക് അഭയം കൊടുത്തത്? ഈസക്കും ഈസന്റെ മാതാവിനും. ആവയിനാഹുമായില്ലാതാത്യ റബുവത്തിൻ കറാറിൻ മഴയിൻ എന്ന് ഖുർആൻ പറഞ്ഞതാണ്. അപ്പൊ റബുവ, റൈബ്, റബ്ബ്, റിബ ഇതൊക്കെ ഒരേ അക്ഷരങ്ങളിൽ നിന്നുണ്ടായ വാക്കാണ്. അതിന് റിബ എന്നുള്ളതിന് പലിശ എന്ന അർത്ഥമില്ല. എങ്ങനെ റിബക്ക് പലിശ എന്ന അർത്ഥം കിട്ടും? എന്നാൽ ഇവര് സമ്പത്ത് സ്വയം വളരുമ്പോൾ അതിന് പലിശ എന്ന അർത്ഥം കിട്ടും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അർത്ഥം കൊണ്ടുവന്നതാണ്. വളരുക എന്ന് തന്നെയാണ് അർത്ഥം എന്ന് അവരും സമ്മതിക്കുന്നുണ്ട്. സമ്പത്ത് സ്വയം വളരുന്നത് കൊണ്ട് അതിന് പലിശ എന്ന് പറയുന്നു. അതുകൊണ്ടാണ് റിബ എന്ന വാക്ക് വന്നത് എന്ന് പറഞ്ഞിട്ടാണ് അതിനെ വ്യാഖ്യാനിച്ചൊപ്പിക്കുന്നത്. റബുവ എന്ന് പറഞ്ഞ അവസാനം ഒരു താട്ടിട്ടാണ് ആ വാക്ക് റബുവ. അവിടെ വളർച്ചയുടെ പൂർണ്ണത അവിടെ ക്ലോസ് ചെയ്യണം. അതാണ് റബുവ. ആ അക്ഷരങ്ങളിൽ തന്നെ കിട്ടും നിങ്ങൾക്ക്. അവസാനം താ വന്നാൽ അതവിടെ ക്ലോസ് ആയാണ് ആ വളർച്ച. അപ്പൊ ഒരു വിജ്ഞാനത്തിന്റെയും പഠനത്തിന്റെയും പൂർണ്ണതയിലേക്ക് അഭയം കൊടുത്തു. ആർക്ക്? ഈസക്കും ഈസയുടെ മാതാവിനും. ഇന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് റബുവ എന്ന് പറഞ്ഞ കാശ്മീരിലൊരു കുന്നുണ്ട്. ആ കുന്നത്തേക്ക് അഭയം കൊടുത്തു എന്നാണ് ഇന്ന് നാം പഠിപ്പിക്കപ്പെട്ടത്. അത് കാദിയനികൾ അങ്ങനെ പറയുന്നത്. നമ്മുടെ പാരമ്പര്യവാദികളെ റബുവ എന്ന് പറയുന്ന ഒരു കുന്ന് എവിടെ ഈസ ജീവിച്ച നാട്ടിലുണ്ട്, അവിടേക്ക് അഭയം കൊടുത്തു എന്നിട്ട് അവരും വ്യാഖ്യാനം. റബുവ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ കുന്നുമല്ല, ഈ കാശ്മീരിലെ കുന്നുമല്ല, വിജ്ഞാനത്തിന്റെ ഒരു മനുഷ്യന്റെ ബോധതലത്തിന്റെ വളർച്ചയുടെ പൂർണ്ണതയിലേക്കാണ് അഭയം കൊടുത്തത്. അതാണ് ഇൻസാനുൽ കാമിലാണ് ഈസ എന്ന് പറയാനുള്ള കാരണം. സമ്പൂർണ്ണ മനുഷ്യൻ. അതാണ് റബ്ബ്. റബ എന്ന് പറഞ്ഞാൽ വളരുക എന്നാണ്. അതാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ നമ്മളെ ക്രമമായി നമ്മെ വളർത്തിക്കൊണ്ടുവരുന്നവനാണ് നമ്മുടെ റബ്ബ്. നമ്മളെ വൈജ്ഞാനികമായും സാംസ്കാരികമായും നമ്മൾ ക്രമമായി തെർബിയത്ത് ചെയ്ത് സംസ്കരിച്ച് വളർത്തി കൊണ്ടുവരുന്നവനാരോ അവനാണ് നമ്മുടെ റബ്ബ് എന്ന് പറയുന്നത്. ആ വാക്കിന് അതല്ലേ അർത്ഥം? അത് തന്നെയാണ്. അപ്പൊ റിബ എന്ന് പറഞ്ഞ വളർച്ച, മനുഷ്യന്റെ ചിന്തയുടെയും പഠനത്തിന്റെയും ബോധതലത്തിന്റെയും വളർച്ച എവിടെ നിർത്തുന്നുവോ അതാണ് റിബ. അതിനെ മാനിയുക, അതിനെ തടയുക. അതുകൊണ്ടാണ് അത് വിലക്കാനുള്ള കാരണം. പഠിത്തം അത് ചെയ്യരുത് എന്ന് പറയാനുള്ള കാരണം. നമ്മൾ നമ്മുടെ ബോധതലത്തെ, നമ്മുടെ പഠനത്തെ, അന്വേഷണത്തെ വളർത്തിക്കൊണ്ടേയിരിക്കണം നമ്മൾ. ആ വിഷയത്തിൽ അത് പൂർണ്ണതയിൽ എത്തുന്നത് ഒരു ഈസയുടെ തലത്തിൽ എത്തുമ്പോഴാണ്. അതാണ് ഈസക്ക് റബുവയിലേക്ക് അഭയം കൊടുത്തു ഞാൻ എന്ന് പറഞ്ഞത്. ആവൈനാഹുമ, ഈസക്കും ഈസയുടെ മാതാവിനും ഞാൻ മഅ്വ, അഭയസ്ഥാനമായി നിശ്ചയിച്ചു. ഏത്? അഭയം കൊടുത്തു ഞാൻ. എവിടേക്ക്? ഇലാ റബുവത്തിൻ, ഒരു റബുവയിലേക്ക്. അത് ചിന്തയുടെ ബോധതലത്തിന്റെ വളർച്ചയുടെ പൂർണ്ണതയിലേക്ക്. അത് കറാറാണ്, പൂർണ്ണമായും ഇസ്തിഖ്റാവ് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. മഴയും വിജ്ഞാനത്തിന്റെ അരുവികൾ കിട്ടുന്ന ഇടമാണത്. അറിവിന്റെ അരുവികൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇടമാണത്. അവിടേക്കാണ് ഈസക്കും ഈസയുടെ മാതാവിനും ഞാൻ അഭയം കൊടുത്തത് എന്ന് ഖുർആൻ പറയുന്നത്. അപ്പൊ റബുവ, റിബ, റബ്ബ്, റൈബ് ഈ വാക്കുകളൊക്കെ അതിന്ന് വന്നു. റാ, ബാ എന്നതാണ് ഈ അക്ഷരത്തിന്റെ തുടക്കം.